ബട്ടർഫ്ലൈസ്. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞു കൂട്ടുകാർക്കും ബട്ടർഫ്ലൈസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കഥയിലേക്ക് നമുക്ക് പോകാം. നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന, സ്വാധീനിക്കുന്ന ഒരു കുഞ്ഞു കഥയാണ് ഇപ്രാവശ്യത്തെ ബട്ടർഫ്ലൈസിൽ. കഥയുടെ പേര് ചൈനീസ് കർഷകന്റെയും കുതിരയുടെയും കഥ. അപ്പോൾ ഇത് എവിടെയാ നടന്നതെന്ന് അറിയാലോ അല്ലേ? ചൈനയിലെ ഒരു ഗ്രാമത്തിൽ. അവിടെയുള്ള ഒരു കർഷകന്റെയും കുതിരയുടെയും കഥയാണ് കേട്ടോ. അപ്പോൾ കഥ കേൾക്കാം. പണ്ടൊരിക്കൽ ഒരു ചൈനീസ് കർഷകന്റെ കുതിര ദൂരേക്ക് ഓടിപ്പോയി. അപ്പോൾ അന്ന് വൈകുന്നേരമായപ്പോഴേക്കും അയാളുടെ അയൽവാസികളെല്ലാം വന്ന് നിന്നിട്ട് ആ നടന്ന സംഭവത്തിൽ ഇങ്ങനെ പരിതപിക്കാൻ തുടങ്ങി. അയ്യോ, കുതിര ഓടിപ്പോയതിൽ ഞങ്ങൾക്ക് എല്ലാം ദുഃഖമുണ്ട്, എന്തൊരു ദൗർഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കർഷകൻ പറഞ്ഞു, അതെ, ആയിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ കുതിര മറ്റ് 7 കാട്ടുകുതിരകളെയും കൊണ്ട് തിരിച്ചെത്തി. അപ്പോഴും ഇതുപോലെ അയൽവാസികളെല്ലാം അവിടെ കൂടി. എന്നിട്ട് പറഞ്ഞു, എങ്ങനെയൊക്കെ ഈ സംഭവങ്ങളൊക്കെ മാറി മറിഞ്ഞത്? നിങ്ങൾക്കിപ്പോ 8 കുതിരകളായല്ലോ, എന്തൊരു ഭാഗ്യമാണിത്. അപ്പോഴും കർഷകൻ പറഞ്ഞു, അതെ, ആയിരിക്കാം. വീണ്ടും അടുത്ത ദിവസം ഒരു കാട്ടുകുതിരയുടെ പുറത്ത് കയറുന്നതിനിടെ നമ്മുടെ ഈ കർഷകന്റെ മകൻ തെറിച്ചു വീഴുകയും കാലൊടിയുകയും ചെയ്തു. അപ്പോഴത്തേക്ക് അയൽക്കാർ പറഞ്ഞു, അയ്യോ, ഇതെന്ത് കഷ്ടമായി പോയി. അപ്പോഴും നമ്മുടെ കർഷകൻ പറഞ്ഞു, അതെ, ആയിരിക്കാം എന്ന് മാത്രമാണ്. പിറ്റേ ദിവസം ആയപ്പോഴേക്കും അവിടെ ഇങ്ങനെ യുവാക്കളെയൊക്കെ നിർബന്ധിതമായിട്ടും സൈനിക സേവനത്തിന് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതിനായിട്ട് പട്ടാള ഉദ്യോഗസ്ഥർ ഈ കർഷകന്റെ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോഴെന്താ, നമ്മുടെ കർഷകന്റെ മകൻ കാലൊടിഞ്ഞ് കിടക്കുന്നു. അപ്പോ എന്തു ചെയ്യും? കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. കാലൊടിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് കർഷകന്റെ മകനെ അവർ കൊണ്ടുപോയില്ല. വീണ്ടും നമ്മുടെ അയൽക്കാരെല്ലാം ഇങ്ങനെ ചുറ്റും കൂടി. എന്നിട്ട് അവർ വീണ്ടും പറഞ്ഞു, അതെന്തായാലും കാലൊടിഞ്ഞത് കൊണ്ട് കൊണ്ടുപോയില്ലല്ലോ, അത് വളരെ നന്നായി എന്ന് അഭിപ്രായപ്പെട്ടു. അപ്പോഴും നമ്മുടെ കർഷകൻ എന്താണ് പറഞ്ഞത്? അതെ, ആയിരിക്കാം എന്ന് മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എന്ത് ഗുണപാഠമാണ് കിട്ടുന്നത്? നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും സാഹചര്യങ്ങളും നിഷ്പക്ഷമാണ്. അവയെ നല്ലത്, മോശം എന്ന മുൻധാരണയോടെ നമ്മൾ സമീപിക്കരുത്. ഓരോന്നിനോടുമുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ് നല്ലതാണോ മോശമാണോ എന്ന അർത്ഥം നമുക്ക് കിട്ടുന്നത്. ഒരു സംഭവത്തിന് നാം അത് മോശമാണ് എന്ന് നൽകുമ്പോൾ നമ്മുടെ തന്നെ ബോധം നമുക്ക് നൽകുന്നത് വേദന തന്നെയാണ്. കർഷകന്റെ കഥ കാണിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടെ നോക്കാതിരിക്കുന്നതാണ് ബുദ്ധിയും നല്ലതും, നമ്മുടെ സമാധാനത്തിനും നല്ലത്. അപ്പോൾ എല്ലാ സംഭവങ്ങളും നടക്കേണ്ടതാണെങ്കിൽ നടക്കും, എല്ലാ സാഹചര്യങ്ങളും നടക്കേണ്ടതാണെങ്കിൽ അത് വന്നു ചേർന്നേ പറ്റൂ അല്ലെ? അപ്പോൾ എന്തായാലും കുഞ്ഞു കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ഗുണപാഠമുള്ള കഥയായിരുന്നു അല്ലെ? കുഞ്ഞു കഥയായിരുന്നു. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച നല്ലൊരു പുതിയ കഥയുമായി കാണാം. തൽക്കാലം വിട പറയുന്നു. ഗീതു. ബട്ടർഫ്ലൈസ് അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.